സ്പഞ്ച് ഉണ്ടാക്കിയാലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വാനിലയുടെ സ്പഞ്ചായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വേഗം ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതി വെച്ചോളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു കേക്കിൻ്റെ വീഡിയോ ഇട്ടതിൽ ഈ മെഷർമെൻറ്റ്സും അതുപോലെ ചില സ്റ്റെപ്പുകളൊക്കെ ക്ലിയർ അല്ല പറഞ്ഞതെന്ന് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ നമ്മൾ മൈദ അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. മൈദ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല നല്ല കമ്പനിയുടെ തന്നെ മൈദ വാങ്ങുക. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ അതിലിട്ടത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറില്ലേ, പാൽപ്പൊടി, അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിങ്ങനെ അരിക്കണം. ഒന്നല്ല 2-3 വട്ടം അരിക്കണം. കുറഞ്ഞതൊരു 3 വട്ടം അരിക്കണം. എന്നാൽ അതിലുള്ള ആ ഒരു മൈദയുടെ കട്ട പിടിച്ച സാധനങ്ങളൊക്കെ പോരും. പിന്നെ ഈ മൈദ അരിക്കും തോറുമാണ് ഇതിൻ്റെ ഈ വെയിറ്റ് കുറഞ്ഞു വരിക, ലൈറ്റ് വെയിറ്റ് ആവും. അപ്പോൾ നമ്മളുടെ വാനില സ്പഞ്ച് ഒന്നുകൂടിയും ഇങ്ങനെ എന്താ പറയുക സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതൊരു 3-4 തവണ അരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ്സിൽ 1/4 കപ്പ് ചൂടാക്കിയിട്ട് ല്യൂക്ക് വാം വാട്ടറല്ല മിൽക്ക് എടുക്കണം. അത് 1/4 കപ്പ്. അതിലേക്ക് അതേ സെയിം കപ്പിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനത്തെ ഇതിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫ്ലേവേർഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഇപ്പോൾ 2 ലെയറായിട്ടാണ് കിടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെന്താ പറയുന്നത് സംഭവം പറയുമല്ലോ, സാന്ദ്രത എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിന് കിട്ടണില്ല. അപ്പോൾ ഇത് 2 ലെയറായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മൈദയുടെ മിക്സില്ലേ, ആ പൊടിയിൽ ഒരു സ്പൂൺ എടുത്ത് ഇതിൽ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ ഈ ടൈപ്പിൽ. ഇത് നമുക്ക് കേക്ക് മറ്റേ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതിൽ ഒഴിക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഇതുകൊണ്ട് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് നമുക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ. ഈ ഒരു അളവിൽ തന്നെ കേട്ടോ മൈദ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാലിൻ്റെയും ഓയിലിൻ്റെയും ആ ഒരു മിശ്രിതം വേണം. പിന്നെ നമുക്ക് വേണ്ടത് 4 മുട്ട, വാനില എസൻസ്, പിന്നെ ചെറുനാരങ്ങ നമ്മളെ മുട്ട ബീറ്റ് ചെയ്യില്ല ആ ടൈമിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ 4 മുട്ട ഇങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതിലേക്ക് ഒഴിച്ചാൽ മതി. എന്ന് വെച്ചാൽ ചില മുട്ട കേടുണ്ടാവും. അപ്പോൾ നമ്മളുടെ റെസിപ്പീൻ്റെ ഫുൾ ഫ്ലോപ്പായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വാനില എസൻസ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വേണ്ട, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഈ മുട്ടയുടെ കുത്തലുണ്ടാവില്ലേ, ആ ചോയ ഭയങ്കരമായിട്ട് വരും കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് സോൾട്ടും ആഡ് ചെയ്യാം. അത് ഈ കേക്കിന് കുറച്ചും കൂടി ഒരു വൈറ്റ് കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ പഞ്ചസാരയില്ലേ, പൊടിച്ച പഞ്ചസാര, അത് കുറച്ചേച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ സ്പീഡില്ലേ, ഹാൻഡ് മിക്സറിൻ്റെ സ്പീഡ് ഫസ്റ്റ് 1 2 3 ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് പിന്നെ കൂട്ടി കൊടുക്കുക. ഇങ്ങനെ പതിയും തോറും നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കുക ചെയ്യേണ്ടത്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ ഒരു ടൈമിൽ എന്താ പറയുക, നന്നായിട്ട് ബീറ്റ് ചെയ്യണം. മുട്ട നന്നായിട്ട് ഇങ്ങനെ വെള്ള കളറായിട്ട് എത്രത്തോളം പൊന്തി വരുന്നോ അത്രത്തോളം നമ്മളുടെ കേക്ക് സോഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഹാൻഡ് മിക്സർ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഹാൻഡ് മിക്സർ ഇട്ട് ചിലപ്പോൾ ഈ മൈദക്ക് ഇടുമ്പം ഹാൻഡ് മിക്സർ യൂസ് ചെയ്യാം, പക്ഷേ റിസ്ക്കാണ്. അതിന് പകരം ഇനി സ്പാച്ചുല അല്ലെങ്കിൽ മരത്തിൻ്റെ വല്ല തവി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ മാറ്റി അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഇടുക, കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുക. അതായത് ഒരു വട്ടം തിരിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഓയിലും പാലും കൂടിയിട്ടുള്ള മിശ്രിതമില്ലേ, അത് ഇടകലർത്തി പൊടി ഇടുന്നു, പിന്നെ ഈ മിശ്രിതം ഒഴിക്കുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് കഴിയുന്നവരെ അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ മുട്ട അത്രയും ടൈം എടുത്തിട്ടാണ് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനി താഴാതെ നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഗൈസ്. അപ്പോൾ അത് അത്രയും ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്കിൻ്റെ സ്പഞ്ച് അത്രയും സോഫ്റ്റ് ആവും. അപ്പോൾ അത്രേ ഉള്ളൂ.
ഇനി നമുക്ക് കുറച്ച് സുറുക്കും അതുപോലെ തന്നെ അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇങ്ങനെ പതപ്പിച്ചിട്ട് ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആ ബേക്കിംഗ് ട്രേയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിൽ വേഗം ഈ മിക്സ് ഒഴിച്ചിട്ട് വേഗം തന്നെ സ്റ്റവിൽ വെക്കണം. ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം അവിടെ നമ്മുടെ ഇഷ്ടത്തിന് സമയത്തിനനുസരിച്ചിട്ട് കുറേ നേരം പുറത്ത് വെക്കരുതിട്ട് ഇങ്ങനെ ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അത് വേഗം ഈ ഒരു സ്റ്റെപ്പ് വേഗം ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം ഇത് നമ്മൾ ഓവനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ടൊരു 30 to 45 മിനിറ്റ്സ് ഇതെന്തായാലും വേണ്ടി വരും. നിങ്ങളുടെ ഈ ചില സ്റ്റവിൻ്റെ ഒക്കെ തീയുടെ ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും. ഒരു അരമണിക്കൂർ നോക്കുക. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കി ഒട്ടി പിടിക്കണില്ല എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം വേഗം തന്നെ ആ ഒരു നമ്മളുടെ പാത്രം പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇങ്ങനെ ബട്ടർ പേപ്പർ വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സൈഡ് കരിയാതിരിക്കാനും പിന്നെ ഇത് മുരിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. പിന്നെ ഈ ട്രെയിൽ നിന്ന് എടുത്ത് മാറ്റാനും ഭയങ്കര എളുപ്പമായിരിക്കും ഇങ്ങനെ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കുത്തിയിറക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്യുകയാണ്, അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്കിത് ഏത് ആൾക്കാർക്കും ഇങ്ങനെ കേക്ക് ഭയങ്കര സ്പോഞ്ചായിട്ടുള്ള നല്ല അടിപൊളി കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സ്പഞ്ച് നന്നായാൽ തന്നെ നമ്മളെ കേക്കിൻ്റെ പകുതിയല്ല 3/4 ഭാഗം നന്നായി. ഇനി നമുക്ക് അധികം പേടിക്കേണ്ട സ്റ്റെപ്പുകളില്ല. ഇനി നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള എത്ര ലെയർ ആക്കണോ, ഈ ഒരു കേക്ക് 3 ലെയർ ആക്കാം. ഞാനിവിടെ 2 ലെയറേ ആക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇതൊരു 1 kg കേക്ക് ഉണ്ടാക്കാനുള്ള സ്പഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 2 ലെയറായിട്ടാണ് മുറിക്കുന്നത്. 2 ലെയറാണ്. അപ്പോൾ നടുവിൽ വെച്ചിട്ട് ഇത് മുറിക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള നൈഫ് കിട്ടും കേക്ക് കട്ട് ചെയ്യണത്. അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു എന്താ പറയുക സ്കെയിലൊക്കെ വെച്ച് ഞാൻ ചെയ്യണ പോലെയൊക്കെ ചെയ്യാം. അങ്ങനെ 2 ലെയറായിട്ട് മുറിച്ചു. പിന്നെ വിപ്പിംഗ് ക്രീം, ഇവിടെ ആ ഫിയോണ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് 1 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാട്ടോ. ഇനി ഇത് നമുക്ക് അസംബിൾ ചെയ്യാം. ലെയർ ചെയ്ത കേക്ക് വയ്ക്കുക, ക്രീം തേക്കുക. ഫസ്റ്റ് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വയ്ക്കുക. പിന്നെ നമ്മൾ ചെറിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ എന്ത് വേണമെങ്കിലും ഒഴിക്കാട്ടോ. ഈ ടൈമിൽ നമുക്ക് എത്ര കേക്കിനെ ടേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഞാൻ അവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് നമ്മൾ വേറൊരു ഒന്നുകൂടി ടേസ്റ്റ് കൂടുക ചെയ്യുക. പിന്നെ ഈ ഷുഗർ സിറപ്പിന് പകരം നിങ്ങൾക്ക് പാലില്ലേ, നല്ല പാല് അത് ചൂടാക്കിയിട്ട് അതിൽ നിന്നിട്ട് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സ് വെച്ചിട്ട് ഒന്നും കൂടി കേക്കൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റ് കൂടും. അപ്പോൾ അത് നമുക്ക് ഫെറോറോ റോഷറിൻ്റെ കേക്കില്ലേ, ഫെറോറോ റോഷർ അല്ല റാഫെല്ലോ കേക്ക് എന്നൊക്കെ വിളിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് നമ്മുടെ കേക്കുകളുടെ പേരുകൾ മാറുന്നത്.
ഞാനിവിടെ അധികം ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ പറ്റണ പോലെ കൈസ് ചെയ്തിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മേലൊക്കെ ഞാനിങ്ങനെ പൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെക്കാം. അപ്പോൾ ഒന്നും കൂടി ഭംഗി കൂടും. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് സെറ്റ് ചെയ്യണം. ഫ്രിഡ്ജിൽ 1-2 മണിക്കൂറൊക്കെ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുക. എനിക്ക് ഇവിടെ സ്ക്രേപ്പറൊക്കെ ഉണ്ട്. പിന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടകം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടാട്ടോ മാറ്റുന്നത്. ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അത് ചെയ്യുമ്പോൾ നോക്കുക. ഇങ്ങനെയുള്ള ചട്ടകം അല്ലെങ്കിൽ സ്ക്രേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. 2 ചോക്ലേറ്റൊക്കെ വെച്ച് എൻ്റെ കേക്ക് കാണാൻ ഭംഗിയില്ലേ ഗൈസ്. ഇത് മുറിക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ഞാനിത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടാട്ടോ മുറിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടിയും ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ഇനി എന്തെങ്കിലും ഒക്കേഷൻസൊക്കെ വരുമ്പോൾ ഈ റെസിപ്പി നോക്കി ഉണ്ടാക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹെൽത്തി ആയി ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു.